അങ്ങനെ ആ വാലന്റൈൻസ് ഡേയും കഴിഞ്ഞു പോയി. സ്നേഹിക്കാൻ വേണ്ടി അങ്ങനെ പ്രത്യേകിച്ചൊരു ദിവസത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ചിലപ്പോൾ ഉണ്ടായിരിക്കാം. സ്നേഹം പുറത്ത് കാണിക്കാതെ ഉള്ളിൽ കൊണ്ടുവച്ച് നടക്കുന്നവർക്ക് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അതൊന്ന് പ്രകടിപ്പിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നല്ലതല്ലേ അല്ലേ? സാധാരണ ദിവസങ്ങളെപ്പോലെ തന്നെയായിരുന്നു ഈ ഒരു വാലന്റൈൻസ് ഡേയും. പിന്നെ പ്രത്യേകത 2 ഡയറി മിൽക്ക് കിട്ടി. ആദ്യമൊക്കെ അതിൻ്റെ എണ്ണം 1 ആയിരുന്നു. ഇപ്പോൾ പാച്ചുവിനും കൂടി കണക്കിലെടുത്ത് 2 എണ്ണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. വൈകിട്ടൊരു ഔട്ടിംഗ് ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞങ്ങൾ മാത്രമുള്ള ഒരു ഔട്ടിംഗ് ആയിരുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ഞങ്ങൾ പ്ലാനൊന്ന് ചേഞ്ച് ആക്കി. പാച്ചുമോൻ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ അവനെയും കൂടി കൊണ്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങ് ദൂരേക്കൊന്നല്ല, നമ്മൾ മണ്ണുത്തി ഹോട്ടലിലേക്കായിരുന്നു പോയത്. അവിടെ അത്യാവശ്യം വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് നല്ല രീതിയിൽ തന്നെ ഡെക്കറേഷൻസും പാട്ടും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാച്ചുമോൻ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. അവൻ ഈ വാലന്റൈൻസ് ഡേ എന്താണെന്നോ അതിൻ്റെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എന്നുണ്ടെങ്കിലും എന്തോ ഡയറി മിൽക്ക് കിട്ടുന്ന സംഭവമാണെന്ന് അവനറിയാം. ഞങ്ങൾ സ്നേഹിച്ചിരുന്ന സമയത്ത് ഈ വാലന്റൈൻസ് ഡേക്കൊന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഞങ്ങളത് മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമാണോ എന്നും അറിയില്ല. ഇപ്പം എന്തൊക്കെ ദിവസങ്ങളാല്ലേ, ടെഡ്ഡി ഡേ, ചോക്ലേറ്റ് ഡേ, ഹഗ് ഡേ, കിസ് ഡേ തുടങ്ങി ഒരാഴ്ച നീളുന്ന ആഘോഷങ്ങൾ. എല്ലാം കഴിഞ്ഞപ്പോൾ അവരൊരാഗ്രഹം, ഞങ്ങൾ രണ്ടാളും ഒരു ഗ്ലാസ്സിൽ നിന്ന് ഷേക്ക് കുടിക്കണമെന്ന്. ആദ്യം കുറച്ച് അമ്മലൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും അവൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടാളും അത് സാധിച്ചു കൊടുത്തു. അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കണ്ടല്ലേ പിള്ളേർ വളരേണ്ടത്. അവനും ഹാപ്പി, ഞങ്ങളും ഹാപ്പി.